പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകരെ, ORS ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. വയറിളക്ക രോഗങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് വയറിളക്ക രോഗിയുടെ ജലാംശം നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചികിത്സ. ആ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്ന ORS നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ORSന് അതിൻ്റെതായ ചില പരിമിതികളൊക്കെ ഉണ്ട്. ORS എന്ന് പറയുന്നത് അത്ര ടേസ്റ്റുള്ള ഒരു സൊല്യൂഷൻ അല്ല. അതിന് അതിൻ്റെതായ കയ്പും ചവർപ്പും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് വയറിളക്കം ബാധിച്ച കുട്ടിക്ക് ഛർദി കൂടെ ഉണ്ടെങ്കിൽ ORS കുടിക്കുന്നതും കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ORS എങ്ങനെ കലക്കണം, എത്ര നേരം എടുത്തു വെക്കണം, എങ്ങനെ കൊടുക്കണം, ഇനി ORS കുടിച്ചില്ലെങ്കിൽ അതിന് പകരം വേറെ എന്ത് കൊടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് അൻസാർ നഴ്സിംഗ് സ്കൂളിലെ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു. നമ്മുടെ സാർ പറഞ്ഞ പോലെ തന്നെ ORSന്റെ ഒരു ബോധവൽക്കരണം സംഘടിപ്പിക്കാനാണ് ഞങ്ങളിവിടെ അൻസാർ നഴ്സിംഗ് സ്കൂൾ സ്റ്റുഡൻസ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആണല്ലേ. അപ്പൊ നമുക്ക് ഒരിക്കലെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലോ ഈ കൂട്ടത്തില്. ചെറിയ അസുഖത്തിനോ എന്തെങ്കിലും വലിയ അസുഖത്തിനൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. പ്രത്യേകിച്ച് സാർ പറഞ്ഞ പോലെ വയറിളക്കം പോലുള്ള അസുഖത്തിനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതെങ്കിൽ ഡോക്ടർ നമുക്ക് മെഡിസിൻസിന്റെ കൂടെ ഒരു വെള്ളത്തിൽ കലക്കി കുടിക്കുന്ന പൊടി കൂടി പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അല്ലേ. ഇതിൽ വന്നതിന് ശേഷം ഈ എല്ലാ മെഡിസിൻസും കറക്റ്റ് ഓർഡറിൽ കഴിക്കും. പക്ഷെ ഈ വെള്ളത്തിൽ കലക്കി കുടിക്കുന്ന പൊടിയോ ആർക്കും തന്നെ ഇഷ്ടമല്ല. നമ്മൾ പൊതുവെ ചെയ്യുന്ന എന്താ, അതവിടെ മാറ്റിയെടുത്തു വെക്കും. ഒരു 1-2 മാസം നമ്മൾ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കും. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ആ ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതെടുത്ത് കളയും. പക്ഷെ ആരും തന്നെ ആലോചിക്കുന്നില്ല ഈ ORS കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് നഷ്ടപ്പെട്ടു പോയ ജലവും ലവണങ്ങളൊക്കെ നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിലാരും വലിയ ശ്രദ്ധ കാണിക്കാറില്ല. മെഡിസിൻ കഴിച്ചാൽ മതി, അസുഖം മാറും. അതാണ് നമ്മൾ എല്ലാവരും പൊതുവെ ഉള്ള ഒരു ധാരണ. ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദ മാജിക് മിക്സ്ചർ. ഇതൊരു മാജിക് മിക്സ്ചർ ആണ്. നമ്മൾ ORS കഴിക്കുന്നതിലൂടെ ഒരു പരിധി വരെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ലവണങ്ങളും ജലവും ഒക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ORS കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ, അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെ കഴിക്കാം. പൊതുവെ ചില കുട്ടികൾക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. ORS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ്. നമ്മൾ നല്ല ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ കടയിൽ പോയിട്ട് വേറെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പനിയാണെങ്കിൽ കൂടി കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. അതൊക്കെ നല്ല താല്പര്യം. പക്ഷെ ORSന്റെ ഒരു നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെന്ന് എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വൈകിട്ട് കുടിക്കാൻ വേണ്ടി തന്നെ നിർത്തിക്കും, അതേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് എങ്ങനെ കൊടുക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ ദിലീപ് മെഹ്ലാത്താണ് ആദ്യമായിട്ട് ORS കണ്ടെത്തുന്നത്. എല്ലാ വർഷവും ജൂലൈ 29-നാണ് എളിയ പാനീയമായി അറിയപ്പെടുന്ന ORS ദിനം നമ്മൾ ആചരിക്കുന്നത്. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, അതിൽ തന്നെ ഉണ്ട് ORS എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള ഉത്തരം. നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ജലവും ലവണങ്ങളും നമ്മൾ ഈ ORS കഴിക്കുന്നതിലൂടെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ വയറിളക്കം മൂലം ഉണ്ടാകുന്ന നിർജ്ജലീകരണം, അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. വയറിളക്കം ഉള്ള സമയത്ത് നമുക്ക് പൊതുവെ ഭക്ഷണം കഴിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു 2-ൽ കൂടുതൽ തവണ നമ്മൾക്ക് വയറിളക്കം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും തളർച്ചയും ക്ഷീണവും ഒക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ORS കഴിക്കുന്നതിലൂടെ നമുക്ക് അത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, നമ്മളുടെ നോർമൽ സ്റ്റേജിലേക്ക് എങ്ങനെ നമ്മുടെ ബോഡിയിൽ തിരിച്ചു കൊണ്ടുവരാം എന്നതാണ് ലക്ഷ്യമാക്കുന്നത്. നിങ്ങൾ വിചാരിക്കും നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, നമ്മുടെ ശരീരത്തിന് കുറച്ച് ഉപ്പും പഞ്ചസാരയും ഒക്കെ ആവശ്യമുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഒരു 2 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ തളരും. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല. കൂടെ ഓക്കാനും ഛർദിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. പിന്നെ നമുക്ക് ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല. സാധാരണ ഒരു പച്ച വെള്ളം കുടിക്കാൻ പോലും നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ചെറിയ കുട്ടികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ശരീരത്തിൽ നിന്ന് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉപ്പും ജലവും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിന്
പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ വയറിളക്കം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഒരു നിശ്ചിത അളവിൽ ഉപ്പും ജലമൊക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ ഒന്നും കൂടുതൽ തവണ നമുക്ക് വയറ്റി പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പോയി പിന്നെ അത് നമുക്ക് റിസ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ORS യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല കഠിനമായ പനി, ഒരു നോർമൽ 100 വരെയൊക്കെ നമ്മൾ അങ്ങനെ പിടിച്ചു നിൽക്കും. ഒരു 104 ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കെടുക്കുന്ന പ്രായമൊന്നും നിൽക്കാനൊന്നും പറ്റില്ല. ബെഡിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കെടുക്കും. ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമും അവർക്ക് ഉണ്ടാവില്ല. അങ്ങനെ തളർന്നു കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ORS നൽകാൻ പറ്റും. ഈ നമ്മൾ പറഞ്ഞു നിർജ്ജലീകരണം സംഭവിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിന് ആവശ്യമുള്ള ഉപ്പും ലവണങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അപ്പൊ അത് കുട്ടികളിൽ നിർജ്ജലീകരണമാണോ അതോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും അസുഖമാണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഒരു നിർജ്ജലീകരണം സംഭവിച്ച ഒരു കുട്ടിക്ക് നമ്മൾ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. കാരണം കുട്ടികൾ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പ്രായം ഒരു 1 മുതൽ 5 വയസ്സ് വരെയൊക്കെ അവർ നിർജ്ജലീകരണം സംഭവിച്ച ഒരു കുട്ടിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. പതിവായി നടക്കുന്നതിലും വിപരീതമായിട്ട് ഫുൾ ടൈം തൂങ്ങി ഉറങ്ങുക, കണ്ണുകളൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞ ആകെ ഒരു ഇരുണ്ട അവസ്ഥയിലൊക്കെ ആയിരിക്കും അവരുടെ മുഖം കാണുമ്പോൾ തന്നെ. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ മിനിറ്റിന് മൂത്രമൊഴിക്കുന്നവരാണ് നമ്മൾ കുട്ടികളൊക്കെ അല്ലേ? ഈ നിർജ്ജലീകരണം സംഭവിച്ച കുട്ടികൾക്ക് ഒരു 1 മുതൽ 3 മണിക്കൂർ വരെ മൂത്രേ ഉണ്ടാവില്ല. ഇപ്പൊ ഡയപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഒരു തുള്ളി മൂത്രം അതിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ വലിയ കുട്ടികളാണെങ്കിൽ അവർ പറയുമല്ലോ മൂത്രമൊഴിക്കാണ്ട് നോക്കാം. അപ്പൊ ആ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാം കുട്ടികൾക്ക് നിർജ്ജലീകരണമാണോ അത് വേറെ വല്ല അസുഖമാണോ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്ക് ORS ആർക്കൊക്കെ കൊടുക്കാന്നും കൂടി അറിയണ്ടേ? ORS എന്താണ്, ORS കൊടുക്കണ എന്തിനാണെന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷെ അത് ആർക്കൊക്കെ കൊടുക്കണം കൂടി അറിയണ്ടേ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ഈ ബുദ്ധിമുട്ട് കാണുന്നത്, ശരീരത്തിൽ നിർജ്ജലീകരണം കാണുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കാം. പിന്നെ പ്രഗ്നന്റ് ആയ അമ്മമാർക്ക് അവർക്ക് ആ ടൈമിൽ ആവശ്യമുള്ള ലവണങ്ങളും ഉപ്പൊന്നും ശരീരത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അവർക്കൊരു സപ്ലിമെന്റ് ആയിട്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം കഴിക്കാം. ഇത് സാധാരണ ഒരു ജലദോഷമായിട്ട് പോയാലും നമ്മൾ ഡോക്ടർ ORS പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അത് നമുക്കൊരു കണ്ടീഷൻ, നിർജ്ജലീകരണം നമ്മുടെ ബോഡിയിലെ ആവശ്യമുള്ള വെള്ളം നഷ്ടപ്പെടുമ്പോൾ മാത്രം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സാധനമാണ് ORS. അത് മെഡിസിൻസിന് എത്ര പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടോ അതേ പ്രാധാന്യം ORSനും കൊടുത്തിട്ട് അത് കറക്റ്റായ രീതിയിൽ എടുക്കണം. അല്ലാതെ അത് വേറൊരു വെള്ളത്തിൽ കലക്കി കടിക്കുന്ന പൊടിയായിട്ട് നമ്മൾ തള്ളിക്കളയരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ORS നമുക്ക് ആർക്കാ കൊടുക്കാൻ പറ്റും? അടിപൊളി, ഒന്ന് ക്ലാപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കൊടുക്കേണ്ടതിനൊരു അളവ് കൂടി ഉണ്ട്. എല്ലാവർക്കും വാരി പോയിട്ട് അങ്ങനെ ORS കൊടുക്കാനൊന്നും പറ്റില്ല. 6 മാസത്തിന് താഴെ കുട്ടികൾക്ക് നമ്മൾ വളരെ ചുരുക്കത്തിലാണ് ORS കൊടുക്കുള്ളൂ. അത്രയും സിവിയർ കണ്ടീഷൻ ആണെങ്കിൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുലപ്പാലിലോ അല്ലെങ്കിൽ ഫോർമുല മിൽക്കിലൊക്കെ മിക്സ് ചെയ്തിട്ട് 6 മാസത്തിനുള്ള കുട്ടികൾക്ക് താഴെ കുട്ടികൾക്കാണെങ്കിൽ കൊടുക്കാം. അത് 50 മുതൽ 100 മില്ലി വരെ ഓരോ വയറിളക്കത്തിന് ശേഷവും കൊടുക്കാം 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. ഇനി അതൊരു 2 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 100 മുതൽ 200 മില്ലി വരെ കൊടുക്കാം. 10 വയസ്സിന് മുകളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ ഒരു ദിവസം കുടിക്കാം. പക്ഷെ 1 ലിറ്റർ ഒന്നും കുടിച്ചില്ലെങ്കിലും ഒരു 2-3 ഗ്ലാസ് ORS കുടിച്ചാലേ നമുക്ക് കുറച്ചൊക്കെ ഒരു എനർജി വരും. ORS നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ആരും വെറുതെ കഴിക്കരുത്. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ആ കണ്ടീഷൻ ORS കഴിക്കുക. അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എടുക്കുകയും ചെയ്യാം. മെഡിസിൻ മറ്റുള്ള മെഡിസിൻ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ORSനും അധികം പ്രാധാന്യം കൊടുത്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് 2 രീതിയിൽ ORS ഉണ്ടാക്കാം. ഒന്ന് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതൊരു 1 ലിറ്റർ വെള്ളത്തിൽ നമ്മളൊരു 1/2 സ്പൂണ് ഉപ്പും 6 സ്പൂൺ പഞ്ചസാരയും വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലായനി തയ്യാറാക്കിയെടുക്കാം. പക്ഷെ അത് നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിസ്ക് ആണ്. ഒരു പക്ഷെ അതിൻ്റെ അളവ് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ORS കഴിക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് പെട്ടെന്ന് ആ ഒരു കണ്ടീഷൻ ഒന്നും കൂടി ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മളൊരു പാക്കറ്റ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് അത് ആ പൊടി നല്ല ഡിസോൾവ് ആവുന്ന വരെ നമ്മൾ കലക്കി യോജിപ്പിക്കണം കേട്ടോ. ഇത് നമുക്ക് ഒരു 4 രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ഇത് എല്ലാവരും കണ്ടോ? സാധാ പച്ചവെള്ളല്ലേ, ഒരു വ്യത്യാസം ഇല്ലല്ലോ. നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ കുടിക്കാം, ഇതായിരിക്കും ഒന്നും കൂടി നല്ലത്. പക്ഷെ നമ്മള് കുട്ടികളെ പിന്നാലെ ഈ ഒരു വെള്ളം കൊണ്ട് നടക്കുന്ന കാര്യമില്ല. അവരോടി അവരെ പാട്ടിന് പോകും അല്ലേ?
പനിയും വയറിളക്കം ഉള്ള സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് ഇളനീര്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും ആ സമയത്ത് കുടിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ORS ലായനി മിക്സ് ചെയ്തിട്ട് ഇളനീര് വെള്ളമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ കുടിപ്പിക്കാം. ഒരു 2-3 ഐറ്റംസ് ഇവിടെ കാണിച്ചു അല്ലേ? ഇത് ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്ക് നിങ്ങൾ, ചിലപ്പോൾ കുടിച്ചെങ്കിലോ. പക്ഷെ പൊതുവേ അമ്മമാര് ഗുളികകളാവുമ്പോൾ അല്ലെങ്കിൽ സിറപ്പുകളൊക്കെ ആവുമ്പോൾ എന്താ ചെയ്യാ, കാല് പിടിച്ചിട്ട് അല്ലെങ്കിൽ രണ്ടാളെ സഹായത്തോടൊക്കെ നമ്മൾ ഗുളിക കഴിപ്പിക്കാറുണ്ട് അല്ലേ? പക്ഷെ ഓർസിന് അത്രയും പ്രാധാന്യം ആരും കൊടുക്കാറില്ല. പക്ഷെ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. കാരണം നിങ്ങളുടെ കുട്ടീൻ്റെ അത്രയും ജലം നഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ആ ഗുളികൾക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഓർസിന് കൊടുത്തിട്ട് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഈ ക്ലാസ് ഇത്രയും നേരം സഹകരിച്ച എല്ലാ അമ്മമാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് ഒരുക്കി തന്ന അൻസാർ പ്രസന്റ് പീഡിയാട്രിക് ന്യൂറോളജിന്റെ സെക്ഷനും ഞങ്ങളുടെ അൻസാർ സ്കൂളിന്റെ എല്ലാ ഫാക്കൽറ്റീസിനും ഞാൻ ഈ വേളയിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.